ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മോമോസാണ്. ചിക്കൻ മോമോസ് ഞാൻ ഉണ്ടാക്കുന്നൊരു മെത്തേഡിലാണ് കാണിക്കുന്നത്. ഫില്ലിങ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ചിക്കൻ സ്റ്റീം ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദയും കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ ഒരു ഡോ ആക്കി എടുക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. മാവ് ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതേപോലെ ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് നനവുള്ളൊരു തുണി വെച്ച് കവർ ചെയ്യണം, നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ്, കൂടുതൽ നമ്മൾ സമൂസക്കൊന്നും വഴറ്റുന്ന പോലെ കുറേ സമയമായിട്ട് വഴറ്റരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൊറിയാൻഡർ ലീഫും സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂസക്കൊന്നും വഴറ്റുന്ന പോലെ കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിനെ ഒരു 3-4 പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നല്ല അധികം കനമില്ലാത്ത രീതിയിൽ ഇതിനൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ മാവിനെ കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇതുപോലെ നമ്മൾ കനമില്ലാതെ പരത്തിയെടുക്കുകയാണ്. ശരിക്കും മോമോസ് നമ്മൾ കുക്ക് ചെയ്യാത്ത ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു വേ ആണ് ഇഷ്ടമായത്. അതുകൊണ്ടാണ്. മറ്റേത് കുഴപ്പമൊന്നുമില്ല, ചില ആളുകൾക്ക് സ്റ്റീം ചെയ്തിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇതുപോലൊരു കുക്കി കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കുക്കി കട്ടർ നമ്മൾ മൈദയിൽ ഒന്ന് മുക്കി കഴിഞ്ഞാൽ എഡ്ജസ് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് മോമോസിനൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുകയാണ്. മോമോസിൻ്റെ പല ഷേപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈസി ആയിട്ടുള്ളത് ഈ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ ചെയ്തത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയെല്ലാം ഇതേപോലെ ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതിന് നമുക്ക് നേരിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. പക്ഷെ ഞാനിതിനെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് സ്റ്റീം ചെയ്യണത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് 2 to 3 മിനിറ്റ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. അതുപോലെ താഴെ കുറച്ച് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു 13 to 15 മിനിറ്റ്സ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. മോമോസ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ ടൊമാറ്റോസ് നന്നായിട്ട് പഴുത്തത് എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോസിൽ ഇതേപോലെ ഒരു ക്രോസ് കട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഓരോ ടിപ്സ് പറയണതാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളിതിനെ വേവിക്കാൻ വെക്കുകയാണ്. അതിനുശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് ഇതിന് തണുത്തതിന് ശേഷം ഇതേപോലെ ടൊമാറ്റോസിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഈ ടൊമാറ്റോസിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള സോസാണ് വേണ്ടത് വെച്ചാൽ കുറച്ചുകൂടി മുളകൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര, സോയ സോസ്, വിനെഗർ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഈ പാന് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് മൊബൈൽ എന്തോ ഓഫായിപ്പോയി, കാരണം എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറേ സമയം കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു 2 to 3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഇനി ഒരു പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യാത്ത മീറ്റ് വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കി
കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.